ഗസയിലെ ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിക്കാൻ അമേരിക്ക മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഹമാസ് അംഗീകരിച്ചേക്കുമെന്ന് സൂചന. പദ്ധതിക്ക് പിന്തുണ അറിയിച്ച അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ രംഗത്തെത്തി. പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കുന്നത് അനുവദിക്കില്ലെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ആവർത്തിച്ചു. ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് അമേരിക്ക മുന്നോട്ട് വെച്ച 20 ദിന നിർദ്ദേശങ്ങൾ ഹമാസും മറ്റ് പലസ്തീൻ സംഘടനകളും അംഗീകരിച്ചേക്കുമെന്നാണ് സൂചന. ഹമാസിന്റെ പ്രതികരണം നാളെ ഈജിപ്തിനെയും ഖത്തറിനെയും അറിയിക്കും. ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ആത്മാർത്ഥമായ ശ്രമങ്ങളെ സ്വാഗതം ചെയ്ത് ജോർദാൻ, സൗദി അറേബ്യ, തുർക്കി, ഖത്തർ, ഇന്തോനേഷ്യ, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ സംയുക്ത പ്രസ്താവനയിറക്കി. അതിനിടെ ട്രംപ് മുന്നോട്ടുവച്ച 20 ദിന നിർദ്ദേശങ്ങളുടെ പൂർണ്ണരൂപം പുറത്തുവന്നു. എല്ലാ ബന്ധികളെയും മോചിപ്പിക്കുന്ന പക്ഷം ആയുധങ്ങൾ വച്ച് കീഴടങ്ങാൻ തയ്യാറാകുന്ന ഹമാസ് അംഗങ്ങൾക്ക് പൊതുമാപ്പ് നൽകും. ഗസ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഹമാസ് അംഗങ്ങൾക്ക് ആതിഥേയ രാജ്യങ്ങളിലേക്ക് സുരക്ഷിതമായി കടന്നുപോകാൻ സൗകര്യമൊരുക്കും. ഇസ്രയേൽ ഗസ പിടിച്ചെടുക്കുകയോ കൂട്ടിച്ചേർക്കുകയോ ചെയ്യില്ല. ഗസയുടെ പുനർവികസന പദ്ധതിയും പലസ്തീൻ അതോറിറ്റിയുടെ പരിഷ്കരണവും നിർദ്ദേശങ്ങളിലുണ്ട്. അതിനിടെ പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കുന്നത് അനുവദിക്കില്ലെന്നും ശക്തിയുക്തം എതിർക്കുമെന്നും ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.